അതിൽ ഇന്നത്തെ ദിവസത്തിന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, സുപ്രീം കോടതി വളരെ ഗൗരവമായ ഒരു നിലപാടിലേക്ക് എത്തി. ഇലക്ട്രൽ ബോണ്ടുകളെ സംബന്ധിച്ച് നേരത്തെ അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇതേവരെയുള്ള ഇലക്ട്രൽ ബോണ്ടുകളുടെ പൂർണ്ണമായ വിവരങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കണം, അതിന് SBI ഈ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സമർപ്പിക്കണമെന്ന് തീരുമാനിച്ചിരുന്നു. ഇപ്പം എല്ലാം ഓൺലൈനായി ഡിജിറ്റലായ കാലഘട്ടത്തിലും വളരെ അസാധാരണമായ ഒരു ആവശ്യം SBI സുപ്രീം കോടതിയുടെ മുൻപിൽ വയ്ക്കുകയുണ്ടായി. ജൂൺ അവസാനം വരെ സമയം വേണം എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഈ വിവരങ്ങൾ പുറത്തേക്ക് വിടേണ്ടതില്ല എന്ന നിലപാട് കേന്ദ്ര സർക്കാരിന്റെ താൽപര്യം SBIയിലൂടെ പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ സുപ്രീം കോടതി വളരെ കൃത്യമായി തന്നെ ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് നാളെ തന്നെ ഈ വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തേണ്ടതുണ്ട് എന്ന നിലയിലേക്ക് എത്തി. അതോടുകൂടി തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്നുള്ളത് ജനാധിപത്യത്തിൽ എങ്ങനെയാണ് അട്ടിമറിക്കുള്ള ശ്രമങ്ങൾ നടക്കുന്നത്, രാഷ്ട്രീയത്തിൽ അഴിമതിയുടെ അളവ് എത്രമാത്രമുണ്ട്, അന്വേഷണ ഏജൻസികളെ വരെ എങ്ങനെയാണ് ദുരുപയോഗപ്പെടുത്തിയിട്ടുള്ളത്, ഈ ഗവൺമെന്റും കോർപ്പറേറ്റും തമ്മിൽ ബന്ധമെന്ത്, ഇത്തരം ഗൌരവമേറിയ പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകാൻ പോവുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് തന്നെ പൌരത്വ ഭേദഗതി നിയമത്തിന്റെ ഈ ചട്ടങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ 2019 ഡിസംബർ 11 ലോകസഭ പാസാക്കിയത്. ഇപ്പോൾ 4 വർഷം കഴിഞ്ഞ് 5-ാം വർഷത്തേക്ക് കിടക്കുകയാണ്. തൊട്ട് അടുത്ത ജനുവരി തന്നെ അത് വിജ്ഞാപനം ഇറക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ തുടർന്ന് വന്ന പ്രക്ഷോഭങ്ങളെ തുടർന്ന് മാറ്റിവെച്ചൊന്ന് തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ഒരു ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും ഇന്നോ നാളെയോ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുന്നതിനും രാജ്യത്തെ വർഗീയമായി തിരിക്കുന്നതിനും ചർച്ചാ വിഷയം വർഗീയതയിലേക്ക് കേന്ദ്രീകരിക്കുന്നതിനു വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. എന്നാൽ അത്തരം ശ്രമങ്ങളെ നമ്മുടെ നാട് ശരിയായ രൂപത്തിൽ തിരിച്ചറിഞ്ഞ് ചെറുത്തു തോൽപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, സംസ്ഥാന സർക്കാർ, കേരളത്തിലെ സർക്കാരാണ് ഏറ്റവും ശക്തമായ നിലപാട് ആദ്യം സ്വീകരിച്ചത്. 2019 ഡിസംബർ 31 കേരള നിയമസഭ പ്രത്യേക സമ്മേളനം തന്നെ ചേർന്നു. മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചു. ആ സർവകക്ഷി യോഗത്തിന്റെ തീരുമാനപ്രകാരം പ്രത്യേക സെഷൻ ചേർന്നു. ആ പ്രത്യേക സെഷനിൽ മുഖ്യമന്ത്രി പ്രമേയം അവതരിപ്പിച്ചു. ഇവിടെ പൌരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്ന ശക്തമായ നിലപാട് സ്വീകരിച്ചു. നിയമപരമായി തന്നെ കോടതിയെ സമീപിച്ചു. രാഷ്ട്രീയമായി എല്ലാവരും ചേർത്ത് വെച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. അപ്പോൾ ഭരണഘടനാപരം, നിയമപരം, രാഷ്ട്രീയം ഈ 3 തലങ്ങളിലും ഏറ്റവും ശക്തമായ നിലപാട് കേരളം അന്നേ സ്വീകരിച്ചു. ഇവിടെ അത് നടപ്പിലാക്കില്ല എന്ന പ്രഖ്യാപനം നടത്തി. ഇപ്പോൾ വന്നിട്ടുള്ള ചട്ടങ്ങൾ സംസ്ഥാനങ്ങളുടെ എല്ലാം അധികാരങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇപ്പോൾ തന്നെ കോടതിയുടെ മുൻപിൽ കേസുണ്ട്. അത്തരം കാര്യങ്ങൾ ഇടപെടാനും കേരളത്തിൽ ഇത് രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കാനുള്ള എല്ലാ നിലപാടുകളും സ്വീകരിക്കും. യഥാർത്ഥത്തിൽ പൌരത്വത്തിന്റെ അടിസ്ഥാനം മതമായി മാറുന്നതോടെ നിലവിലുള്ളവരെ ബാധിക്കുമോ ഇല്ലയോ എന്നതിനപ്പുറത്ത് ഭരണഘടനയുടെ അടിസ്ഥാന ശിലയ്ക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഈ ഭേദഗതി നിയമം വന്നിട്ടുള്ളത്. അത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരം ചട്ടങ്ങളുമായി സർക്കാർ പുറത്തേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് മറ്റൊന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഗ്യാരണ്ടി, മോദി ഗ്യാരണ്ടി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഗ്യാരണ്ടിയിൽ അവർക്കൊരു വിശ്വാസമില്ല. കാരണം ഇന്ത്യ ആകെ വലിയ സമ്പദ്ഘടനയായി മാറുന്നു, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഇതാണ് മോഡി ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ ആ ഗ്യാരണ്ടിയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ ഇത്തരത്തിലുള്ള വർഗീയ അജണ്ടയുമായിട്ട് വരുന്നത്. കേരളം അതിശക്തമായി തന്നെ ഇതിന് ചെറുത്തു തോൽപ്പിക്കും. എല്ലാ രൂപത്തിലുള്ള പ്രതിരോധവും ഇതിന് സ്വീകരിക്കും. ഒരു കാരണവശാലും നമ്മുടെ നാട്ടിൽ ഇത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. പ്രതിപക്ഷത്തിന്റെ നിലപാടും കേട്ടില്ല. എന്താ അവർ പറഞ്ഞത്? അല്ല, കേരളത്തിൽ ഗവൺമെന്റ് ഇപ്പോൾ കഴിഞ്ഞ നിയമസഭയിലും വേണമെങ്കിൽ സർക്കാരിന് നിയമസഭ വിളിച്ചുകൂട്ടാം, ഒരു പ്രമേയം പാസ്സാക്കാം. അങ്ങനെയല്ല ഞങ്ങൾ ചെയ്തത്. കേരളം ഒരേ മനസ്സോടുകൂടി ഒരു നിലപാടിലേക്ക് എത്തണം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ സർവകക്ഷി യോഗത്തിന് നേതൃത്വം നൽകിയത്. എല്ലാവരും ചേർന്നുള്ള പ്രതിഷേധത്തിലേക്ക് എത്തണം എന്ന് കണ്ടു. നിയമസഭയിൽ ഏകകണ്ഠമായി പാസ്സാക്കി. പുറത്ത് ഒന്നിച്ചുള്ള പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. അന്ന് തന്നെ കോൺഗ്രസിൽ നിന്നൊരു വ്യത്യസ്ത സ്വരം വന്നിരുന്നു. അന്നത്തെ KPCC പ്രസിഡന്റ് തന്നെ ഈ പ്രമേയം പാസ്സാക്കിയാൽ ഇതൊക്കെ ഇല്ലാതാകുമോ എന്ന ഒരു പരിഹാസം പറഞ്ഞ നിലപാട് സ്വീകരിച്ചിരുന്നു.
കോൺഗ്രസിൽ BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു വിഭാഗം അത്തരം യോജിച്ച ശ്രമങ്ങൾക്കെതിരെ അന്ന് നിലപാട് സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ അവരെവിടെ എത്തി നിൽക്കുന്നു എന്നറിയില്ല. എങ്കിലും കേരളം ഒറ്റക്കെട്ടായി തന്നെ ഒരു നിലപാട് സ്വീകരിച്ചു പോകേണ്ടതുണ്ട്. അതിൽ ശക്തമായ നിലപാട് മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ നിലപാടിനൊപ്പം മതനിരപേക്ഷ കേരളം അണിനിരക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അതെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് ഭരണഘടനാപരമായി നിയമസഭയ്ക്കകത്ത് പ്രമേയം പാസാക്കി, നിയമസഭയുടെ അവകാശം. 2 ഭരണഘടന ഉറപ്പ് നൽകുന്ന നിയമപരമായിട്ടുള്ള സാധ്യത സ്യൂട്ട് ഫയൽ ചെയ്തു. 3 രാഷ്ട്രീയമായി നമ്മൾ എല്ലാവരും ചേർത്തുള്ള പ്രതിരോധത്തിന് നേതൃത്വം നൽകി. ആ സ്യൂട്ടിൽ തന്നെ ഇനിയിപ്പോൾ ഈ ചട്ടങ്ങൾ വന്നത് കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ഇപ്പോൾ ഇങ്ങനെ പ്രകടിപ്പിച്ച് നേരെ നടപ്പിലാക്കുന്ന പ്രശ്നം, അത് സ്യൂട്ടിനകത്ത് തന്നെ ഇനിയിപ്പോൾ ഭേദഗതി വരുത്താൻ കഴിയുന്ന കാര്യങ്ങൾ അത് നിയമവിദഗ്ധരുമായിട്ട് ആലോചിക്കും. എല്ലാ തരത്തിലും ഈ പ്രതിരോധം നേരത്തെ തുടങ്ങിയത് പുതിയ സാഹചര്യത്തിൽ ശക്തിപ്പെടുത്തും. ഒപ്പം തന്നെ ഇപ്പോൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളതിന്റെ ലക്ഷ്യം അത് തെരഞ്ഞെടുപ്പിലെ ചർച്ച മാറ്റാനാണ്. സ്വാഭാവികമായിട്ട് ഇന്ന് എല്ലാ മാധ്യമങ്ങളും ഇന്നും നാളെയും ചർച്ച ചെയ്യേണ്ടത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നാളെ അത് പുറത്തുകൂടി വന്നാൽ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചർച്ചകൾ, വിഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് ആ കുഴിയിൽ നമ്മൾ വീഴേണ്ടതുമില്ല. എന്നാൽ ഈ പ്രശ്നത്തിൽ ഉള്ള വർഗീയത താല്പര്യം, ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ അത് നിയമപരമായും രാഷ്ട്രീയമായും നേരിടുകയും വേണം.